എന്ന് പറയുന്ന ഗുഹ എത്രയോ ആളുകൾ ധരിച്ച് വിഷമങ്ങൾ ആ ഗുഹയിൽ സഹായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണല്ലോ. ആ ഗുഹയിലുള്ള എല്ലാ മുത്തുകളും അടച്ചു അവസാനം ഒരു കൊത്ത് ബാക്കിയായി അതിൽ തന്റെ തള്ളവരിൽ കാലിന്റെ തള്ളവരിൽ വെച്ചുകൊണ്ട് അവിടെ അമർത്തി പിടിക്കുകയും ക്ഷീണിതനാണ്. ആ ക്ഷീണം മറ്റൊരു മടിയിൽ തലവെച്ച് കളയുകയാണ്, ഉറങ്ങുകയാണ്. ആ സമയത്താണ് ഒരു സർപ്പം അദ്ദേഹത്തിന്റെ കാലിൽ കൊത്തുകയും അസഹ്യമായ വേദന കൊണ്ട് അദ്ദേഹം കരയുന്നില്ല, ശബ്ദമുണ്ടാകുന്നില്ല. പക്ഷേ വേദന സഹിക്കാതെ കണ്ണിൽ നിന്നും കണ്ണുനീരൊറ്റി മുഖത്തെ ഒറ്റിവിടുന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്താണ് കാരണം അന്വേഷിച്ചോ വിഷയമായിരുന്നു. ഉടനെ അവിടുത്തെ തുണിയിലുകൊണ്ട് അവിടുത്തെ താരം കെട്ടി സുഖമാവുകയും ചെയ്തു. അങ്ങേറ്റം സഹായിച്ച ലോകത്തുള്ള എല്ലാവരുടെയും ഈമാനും സിദ്ദീഖിന്റെ ഈമാനും നോക്കിയാൽ ഏറ്റവും കൂടുതൽ വലിയ ഈമാൻ സിദ്ദീഖിന്റെ ഈമാനാണ്. അങ്ങനെ സഹായിച്ച وهم يقولون بالظالمين സ്വന്തം കാലിനടുത്തേക്ക് വന്നു. കാലിന്റെ ഭാഗത്തേക്ക് തലകൊണ്ടുവന്നാൽ കണ്ടുപോകും. സമാധാനിപ്പിച്ചു, നിങ്ങൾ ഭയപ്പെടേണ്ട, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരിന്റെ രണ്ട് കറുത്ത പാടുകൾ സ്വർഗത്തിൽ ഉറപ്പായ നമ്മുടെ അവസ്ഥ നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള രാവുകളിലും ദിവസങ്ങളിലും ഒക്കെ അകമഴിഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചെയ്തുപോയ പാപങ്ങളൊക്കെ ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ള കണ്ണുനീർ തുള്ളി, അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ശരീരത്തിൽ നിന്നും ഒഴിപ്പിക്കുന്ന രക്തത്തുള്ളി, അതേപോലെ രണ്ട് അടയാളങ്ങളും ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഫർളായിരിക്കുന്ന നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് ചില ആളുകൾക്കൊക്കെ നെറ്റിയിലും അതുപോലെ കാൽമുട്ടിലും കാലിച്ചതായിരിക്കുന്ന പാദങ്ങളിലും മറ്റൊക്കെ ഉണ്ടാകുന്ന തയമ്പുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ യുദ്ധം ചെയ്തിട്ടുണ്ടാവുന്ന ശരീരത്തിലുണ്ടാവുന്ന പരിക്കുകൾ, ഈ രണ്ട് അടയാളങ്ങളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. കണ്ണുനീർ തുള്ളിയും രക്തത്തുള്ളിയും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്.